ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശൻ പറയണ ദേവയാനി, ഇപ്പോൾ നീ ആ കുട്ടിയെ കാണാൻ തിടുക്കം കൂട്ടുന്നുണ്ടല്ലോ, എന്നാൽ ഇനി ആ കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നിൻ്റെ ആവേശം ഒന്ന് കെട്ടുപോകരുത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവിടെ പറയണേ, അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറയണേ. അല്ല, ഒരുപാട് കാണാൻ ആഗ്രഹിച്ചിട്ട് പിന്നീട് നീ ആ കുട്ടിയെ കാണുമ്പോൾ നീ അതിനോട് സ്നേഹമില്ലെങ്കിലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ ഊണിലും ഉറക്കിലും എനിക്കിപ്പോൾ ആകെ ഒരു ചിന്തയേ ഉള്ളൂ, അവളെ കാണുക എന്നുള്ളത്. എൻ്റെ മനസ്സിൽ മുഴുവൻ അവൾക്ക് കൊടുക്കാനുള്ള സ്നേഹമാണെന്ന് പറയുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ. അങ്ങനെ അവർ പറയണ ദേവേനി, ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവാണ്, നിന്നെയും കൊണ്ട് പോകേണ്ടതാണ്, പക്ഷേ നിന്നെ കൊണ്ടുപോകാത്ത നിൻ്റെ ആരോഗ്യസ്ഥിതി ഒന്നും കൂടി ശരിയായിക്കോട്ടെ, ഇപ്പോഴത്തെ അവസ്ഥയിൽ യാത്ര ചെയ്യുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ദേവയാനിയുടെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്നത് നയന തന്നെയാണോ എന്ന് ആ സംശയമുണ്ട് കേട്ടോ. ഇതേ സമയം ആദർശിൻ്റെ അച്ഛനും കൂടി സംസാരിക്കുകയാണ്. അങ്ങനെ ആദർശിൻ്റെ അച്ഛൻ പറയാണ്, നിൻ്റെ അമ്മ സദാസമയക്കാരൻ തന്നെയാണ് ചോദിച്ചും കൊണ്ടിരിക്കുന്നത്, ഇനിയിപ്പോൾ എന്താ ചെയ്യടാ മോനെ എന്ന് ചോദിക്കുമ്പോൾ, അച്ഛാ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനെന്ന് പറയുമ്പോൾ, അല്ല ഇക്കണക്കിന് പോവുകയാണെങ്കിൽ നിൻ്റെ അമ്മയോട് സത്യങ്ങൾ തുറന്നു പറയേണ്ടി വരും. അത് കേൾക്കുന്നത് ആദർശ് പറയണേ, ശരിയാണ് അച്ഛാ, ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. എന്നാൽ നമുക്കൊരു പണി ചെയ്താലോ, നീ പറയുന്ന നിൻ്റെ അമ്മ ഇത്ര വല്ലാതെ വാശി പിടിക്കുകയാണെങ്കിൽ നമുക്ക് വേറൊരു പെൺകുട്ടിയെ കാണിച്ചു കൊടുത്താലോ? അതൊന്നും ശരിയാവില്ല. കാരണം അമ്മ ഇപ്പോൾ ഈ ഏതാ പെൺകുട്ടി എന്നറിയാതെ 50 ലക്ഷം എൻ്റെ കൈകളിൽ തന്നു, അതുപോലെ അമ്മയുടെ സ്വത്തുക്കളെല്ലാം അവർക്ക് കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. അതൊന്നും ശരിയാവില്ല. അത് ശരിയാവാത്തത് കൊണ്ട് അത് കാണിക്കണ്ട എന്ന് പറയട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന ജയൻ പറയാണ്, അല്ലട മോനെ, അപ്പം നീ പറയുന്നത് എന്താണ്? നിൻ്റെ അമ്മ ഇത് തന്നെ വാശി പിടിച്ചിരിക്കും, അതുകൊണ്ട് തന്നെ ഇനി ആവശ്യപ്പെട്ടാൽ നീ നയനയെ കാണിക്കുമെന്നാണോ? അതെ, നയനയെ തന്നെ കാണിക്കേണ്ടി വരും അച്ഛാ, മറ്റുള്ള പെണ്ണിനെ കാണിക്കാൻ പറ്റില്ല എന്ന് പറയട്ടോ. എന്നാൽ ഈ സമയം ഇതൊക്കെ കേൾക്കുന്ന ജയൻ, എന്തായാലും നിൻ്റെ അമ്മ ഒരുപക്ഷെ ഹോസ്പിറ്റലിൽ തിരക്കി പോകാൻ ചാൻസ് കൂടുതലാണ്, എങ്ങോട്ടോ പോയിട്ടുണ്ടെന്നുള്ള വിവരം എനിക്ക് കിട്ടി. ഇപ്പോൾ ഞാൻ വീട്ടിലോട്ട് വിളിച്ചപ്പോൾ അവിടെ ഇല്ല എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ ഒരു കാരണവശാലും ഡോക്ടേഴ്സിനോടൊന്നും സത്യം പറയരുതെന്നുള്ള സത്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാനേട്ടാ. എന്നാൽ ഈ സമയം ദേവയാനി ഡോക്ടറുടെ അടുത്തെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഡോക്ടറോട് ചോദിക്കുകയാണ്, ഡോക്ടർ, എനിക്ക് ലിവർ തന്ന പെൺകുട്ടിയെ എനിക്ക് കാണണം, അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ്, അതിയായ ആഗ്രഹമാണ്. ഒരു പേഷ്യൻറ്റിനെ ഒരാൾ സഹായിച്ചെങ്കിൽ അവരെ കാണുന്നത് എത്ര വലിയ തെറ്റുണ്ടോ? നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ CCTV ഒന്ന് കാണിച്ചു തന്നൂടെ? അയ്യോ മാഡം, അതൊക്കെ ബുദ്ധിമുട്ടാണ്. ആ കുട്ടി അത് ആഗ്രഹിക്കുന്നില്ല, ഒരിക്കലും പണത്തിനോടും സ്വത്തിനോടും വേണ്ടിയിട്ടല്ല അവർ നിങ്ങൾക്ക് ലിവർ തന്നിരിക്കുന്നത്, അവരുടെ നല്ല മനസ്സുകൊണ്ടാണ് അവർ നിങ്ങളെ സഹായിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സത്യങ്ങൾ ആ കുട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് വിഷമമാവും. ഒരിക്കലും ആ കുട്ടി നിങ്ങളോട് ആ പേര് വെളിപ്പെടുത്താനോ അതുപോലെ തന്നെ ഞാനാണ് ലിവർ തന്നെന്ന് പറഞ്ഞ് നിങ്ങളുടെ മുന്നിൽ വരാനോ ആ കുട്ടി ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ കുട്ടിയെ നിർബന്ധിക്കുന്നതെന്ന് ചോദിക്കണം കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ദേവയാനി പറയാണ്, എനിക്കതിനെ കാണണം, അത്ര ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ, അതെ, നിങ്ങളുടെ വീട്ടുകാർ പോലും നിങ്ങൾക്ക് ആ പെൺകുട്ടിയെ കാണിച്ചു തരാൻ തയ്യാറല്ലെങ്കിൽ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഞങ്ങൾ ഡോക്ടേഴ്സായിട്ട് അതിന് നിൽക്കണോ? അപ്പോൾ സമയമായാൽ നിങ്ങളുടെ ആ ഒരു പെൺകുട്ടിയെ കാണാൻ പറ്റും, ഇപ്പോഴെന്തായാലും കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞയക്കണം കേട്ടോ. ഈ സമയം ഡോക്ടർ അങ്ങ് പറയുന്നുണ്ട്, ദേവയാനി, നിങ്ങളുടെ മരുമകളുടെ അടുത്തോട്ട് എത്താൻ നിങ്ങൾക്ക് അധിക സമയമില്ല, അത് എന്തായാലും നിങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് പറയുന്നു കേട്ടോ. പിന്നീട് ദേവയാനി ഇങ്ങനെ വീട്ടിൽ ചെന്നിരിക്കുകയാണ്. എന്നാൽ ഈ സമയം തൻ്റെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ കടന്നു പോവുകയാണ്. ഇങ്ങനെയുണ്ടോ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ എന്ന് ചോദിക്കുമ്പോൾ, അതിന് മാതൃകയാണല്ലോ നിങ്ങൾക്ക് ലിവർ തന്നതും എന്ന് ഡോക്ടർ പറഞ്ഞ ആ വാക്കുകളൊക്കെ ദേവയാനിയുടെ മനസ്സിൽ കിടന്ന് അലട്ടാണ് കേട്ടോ. അങ്ങനെ പിന്നീട് ഇങ്ങനെ ആദർശിൻ്റെ ആദർശിൻ്റെ അച്ഛനും വരണേടാ, ഞാൻ സംശയിച്ചത് ശരിയായിടാ, നിൻ്റെ അമ്മ പോയിരിക്കുന്ന ഹോസ്പിറ്റലിലോട്ടാണ് എന്ന് പറയട്ടെ. എന്താ അച്ഛായി പറയുന്നത്? എന്നിട്ട് അമ്മയുടെ എല്ലാ സത്യങ്ങളും പറഞ്ഞോ? ഇല്ല, ഡോക്ടേഴ്സ് പറഞ്ഞിട്ടില്ല. എന്തായാലും നിൻ്റെ അമ്മ ഇനി അന്വേഷണം തുടരും, ആ പെൺകുട്ടിയിലോട്ട് എത്താനുള്ള ശ്രമം നിൻ്റെ അമ്മ നടത്തുമെന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയാം, ഇനി എന്ത് ചെയ്യും അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ, ഒന്നും ചെയ്യാനില്ല, നിൻ്റെ അമ്മ ശ്രമം നടത്തട്ടെ. എന്തായാലും അന്ന് ദേവയാനിയെ കാണിച്ച സൈക്കാട്രിസ്റ്റിനെ ഞാൻ കാണിച്ചപ്പോൾ അവർ ദേവയാനിയുടെ സ്വഭാവമൊക്കെ അവരോട് പറഞ്ഞു കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് ഒരുപക്ഷെ അത് ഉൾക്കൊള്ളാം, ഒരുപക്ഷെ ഉൾക്കൊള്ളാതിരിക്കാം, അങ്ങനെയാണ് അവർ പറഞ്ഞത്. അതിന് പ്രത്യേകിച്ചൊരു മറുപടി പറയാൻ കഴിയില്ല എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും നിൻ്റെ അമ്മ ഇനി ഈ കുട്ടിയെ കണ്ടെത്താനുള്ള തീരുമാനമായി മുന്നോട്ട് പോകുമെന്ന് പറയാനായിട്ടാണ്. എന്നാൽ ഈ സമയം
അനിയുടെ കാര്യമാണ് പറയുന്നത്. എന്തായാലും നീ പേര് മഴയത്ത് അന്ന് നയനമോളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ഗോവിന്ദനും കനകവും വന്നിട്ട് തൻ്റെ മകളുടെ അക്കാര്യം പറഞ്ഞപ്പോൾ അന്നും ഒക്കെ ഞങ്ങളാണ് സ്നേഹിച്ചത്. നയനമോളെ ഈ പറയുന്ന അനിയും ഞാനും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെയാണ്. കാരണം നയന ഇല്ലാത്ത വീട് എന്തോ പോലെയാണ്. കാരണം നയനയാണ് ആ വീടിൻ്റെ മഹാലക്ഷ്മി. ആ മഹാലക്ഷ്മി എട്ടുപോയതുപോലെ തോന്നും. അതുകൊണ്ട് അനന്തപുരിക്ക് ഒരുപാട് നേട്ടങ്ങൾ അവൾ ഉണ്ടാക്കി തന്നെങ്കിലും കൂടി അവൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സഹായിക്കണമെന്ന് പറയട്ടെ. ഇത് കേട്ട ആദർശ് പറയണം, അച്ഛാ അതിന് എനിക്ക് ആഗ്രഹമില്ലായിട്ടല്ലോ. അവൾ ഈ ഒരു സഹായങ്ങളും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അല്ല നീ ഇപ്പോൾ വീട് എടുത്തു കൊടുത്ത് അതുപോലെ തന്നെ ഞാൻ അന്വേഷിച്ച് അറിഞ്ഞുകൊടുത്തോളം കനകവും ഗോവിന്ദനും ഒരുപാട് കടങ്ങളുണ്ട്. അവരുടെ കടബാധ്യതയൊക്കെ തീർക്കണമെന്ന് പറഞ്ഞ ഉടനെ തന്നെ പറയാതെ ഇല്ല, കടബാധ്യത തീർക്കാൻ അവർ സമ്മതിക്കില്ല. അവർക്ക് അതൊരു കുറച്ചിലായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് അവരതിനൊന്നും തയ്യാറല്ല അച്ഛാ. ഞാനതൊക്കെ പറഞ്ഞതാണ്. എന്തുകൊണ്ടെന്ന് ചോദിക്കുകയാണ്. കാരണം എനിക്കും ദേവിയാനിക്കും ഒരു മകനേ ഉള്ളൂ, മകളില്ല. ആ മകളുടെ സ്ഥാനത്താണ് ഞങ്ങളുടെ നയനമോളെ ഞങ്ങൾ കണ്ടിരിക്കുന്നത്. എന്തായാലും അവൾ ആ വീട്ടിലോട്ട് തിരികെ വരണം. ഉടൻ തന്നെ ആദർശ് പറയണേ, ശരിയാണ് അച്ഛാ, നയന തിരിച്ചു വരണം. പക്ഷേ അത് അമ്മയുടെയും കൂടി സമ്മതത്തോടു കൂടി വേണമെന്നുള്ള അവളുടെ ആഗ്രഹം, അതാണ് അവൾ പറയുന്നത്. അപ്പോൾ ഉടൻ തന്നെ ജയൻ പറയണം, അത് ശരിയാണ്, അവളുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണം. അവളെ പോലെ നല്ലൊരു കുട്ടിയെ ഇനി ആർക്കും കിട്ടില്ല. നിൻ്റെ ഭാഗ്യമാടാ. നീ ആ പേര് മഴയത്ത് നീ അവളെ ഇറക്കി വിട്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നിനക്ക് അവളില്ലെങ്കിൽ നിൻ്റെ ജീവിതം തന്നെ കെട്ടുപോയേനെ എന്ന് പറയുമ്പോൾ ആദർശ് പറയണേ, അത് ആലോചിക്കുമ്പോൾ എനിക്കും കുറ്റബോധമുണ്ട് എന്ന് പറയട്ടോ. എന്നാൽ ഈ സമയം അനിയുടെ കാര്യമാണ് പറയുന്നത്. അനിയുടെ കാര്യം ഇങ്ങനെ പറയാണ്. അപ്പോൾ അനിയുടെ കാര്യടാ 2-3 ബ്രാഞ്ച് നീ അവനെ ഏൽപ്പിച്ചെങ്കിലും കൂടി അവൻ പഴയതുപോലെ അക്കാര്യത്തിലൊന്നും യാതൊരുവിധ ശ്രദ്ധയും ഇല്ല എന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേട്ടോടെ തന്നെ ശരിയാണ് അച്ഛാ, അവൻ്റെ മാനസിക നില അങ്ങനെയാണെന്ന് പറയുമ്പോൾ എന്തായാലും നിൻ്റെ കണ്ണുകൾ അങ്ങോട്ട് വേണമെന്ന് പറയുമ്പോൾ ഞാൻ 2-3 സ്റ്റാഫുകളെ അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട്. പിന്നെ അബിയെ ഏൽപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കേട്ടോടെ തന്നെ ജയനും പറയണത് ശരിയാണ്, അബിയെ ഏൽപ്പിക്കാൻ പറ്റില്ല. അബി ഏൽപ്പിച്ചാൽ പിന്നെ എന്നും തലവേദനയായി മാറും. അവൻ എന്നും നമ്മുടെ ശമ്പളക്കാരനായി നിൽക്കുക നല്ലത് എന്നും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ദേവയാനിയാണ് കാണിക്കുന്നത്. ദേവയാനി ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈശ്വര ആ പെൺകുട്ടിയെ കണ്ടെത്താൻ എന്താണ് എനിക്ക് മുന്നിൽ ഒരു വഴി? തീർച്ചയായും എനിക്കതിനെ കണ്ടെത്തണമെന്ന് പറയുമ്പോഴാണ് ആദർശം അങ്ങോട്ടേക്ക് കയറി വരുന്നത് കേട്ടോ. അമ്മയെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. ഉടൻ തന്നെ എന്താ മോനെ, ഞാൻ നിന്നോട് പറഞ്ഞ ഈ കാര്യം എനിക്ക് നിറവേറ്റി തരാത്ത നിനക്ക് എന്താ? ആ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞാൽ അപ്പോൾ ഉടൻ തന്നെ അമ്മ എന്താ ഹോസ്പിറ്റലിൽ പോയിരുന്നോ ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ട്, അവൾ ആരാണെന്ന് അറിയാൻ വേണ്ടി? അതെന്താ എനിക്ക് പോയിക്കൂടാ എന്നുണ്ട്. അങ്ങനെയല്ല അമ്മേ, ഞാനല്ല അമ്മയോട് പറഞ്ഞത് അവരൊരു യാത്രയിലാണെന്ന്. പിന്നെ എന്താ? അല്ല, യാത്രയിലാണെങ്കിലും അവളുടെ ഹസ്ബൻഡിനെ എനിക്കൊന്ന് വിളിച്ചു തന്നൂടെ? അതും നീ തയ്യാറാവുന്നില്ലല്ലോ അമ്മ. ആ കുട്ടി നീ ഈ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. സ്വത്തോ മുതലോ ഒന്നിനും വേണ്ടിയല്ല ആ കുട്ടി ഈ ത്യാഗം ചെയ്തത്. പിന്നെ എന്തിനാ അമ്മ അവരെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത്? ഇത്രയും ചെറുപ്പപ്രായത്തിൽ ഒരു കുട്ടി എന്നെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ അവളുടെ ആ മനസ്സ് ഞാൻ കണ്ടില്ലെന്ന് വെക്കാൻ എനിക്ക് പറ്റില്ല. അവളെ എനിക്ക് കാണണം എന്നൊക്കെ ദേവയാനി ആവശ്യപ്പെടുക കേട്ടോ ആദർശിനോടൊപ്പം. ആദർശ് പറയണേ, എന്തിനാ അമ്മേ ആ കുട്ടിയെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത്? അതിന് ആഗ്രഹമുണ്ടെങ്കിൽ അത് മുന്നോട്ട് വരില്ലേ? എന്തായാലും അമ്മ ഇപ്പോൾ സമാധാനപരമായിരിക്കുക. അല്ലടാ, എൻ്റെ മനസ്സിലുള്ള സംശയം 50 ലക്ഷത്തിൻ്റെ ചെക്ക് കൊടുത്ത് ഇതുവരെ മാറിയില്ല. അത് ഞാൻ അമ്മയോട് പറഞ്ഞല്ലോ, അവർ യാത്രയിലായതുകൊണ്ടാണ് ചെക്ക് മാറാത്തത്. ഞാൻ അവിടെ പോയപ്പോൾ അയൽവാസികളുടെ അടുത്താണ് ഞാൻ കൊടുത്തത് എന്നൊക്കെ പറയുമ്പോൾ അപ്പല്ലേ നീ പറഞ്ഞത് അവളുടെ അച്ഛനും അമ്മയും അവിടെ ഉണ്ടെന്ന്. ഇപ്പോഴെന്താ നീ ഇങ്ങനെ പറയുന്നത്? അതുണ്ട്, പക്ഷേ അവർക്ക് ഒരു മറവി അസുഖമുള്ള ആളുകളാണ്. അതുകൊണ്ട് അവരേറ്റൊന്നും അധികം ഇടപഴകാനും അവരുടെ അടുത്തോട്ട് പോകാനൊന്നും കഴിയില്ല അമ്മേ. അതുകൊണ്ട് അവർ വരട്ടെ, എന്നാൽ നീ ഒരു ഫോട്ടോ എങ്കിലും എനിക്ക് കാണിച്ചു കൊണ്ടായെന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറഞ്ഞതല്ല പറയുന്നത് കേട്ടോ. അങ്ങനെ ആദർശ് അവിടെ നിന്നും പോകുമ്പോൾ ദേവയാനി പറയണേ, നിൻ്റെ സംസാരത്തിൽ ഒരു പൊരുത്തക്കേടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഈ സത്യം കണ്ടെത്തുമെന്ന് പറഞ്ഞിട്ട് ആദർശിൻ്റെ പിറകെ ദേവയാനി പോകാനിട്ട്. അങ്ങനെ ആദർശാണെങ്കിൽ റൂമിൽ ചെന്ന് പിന്നീട് കുളിക്കാനൊക്കെ കയറാണ്. അപ്പോൾ ദേവയാനി ആദർശിൻ്റെ ഷെൽഫ് മൊത്തത്തിൽ പരിശോധിക്കുകയാണ്. അങ്ങനെ അതിൽ നിന്നും ഒരു മരുന്നിൻ്റെ ബില്ല് കിട്ടുകയാണ് കേട്ടോ. ഇത് ഒരു ഹോസ്പിറ്റൽ ബില്ലാണല്ലോ, ഇന്ന് നയനക്ക് മേടിച്ച ബില്ലാണല്ലോ എന്ന് പറഞ്ഞിട്ട് അത് ദേവയാനിയുടെ മൊബൈലിൽ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവയാനി റൂമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആ ബില്ലിങ്ങനെ ചെക്ക് ചെയ്യണം. ആ മരുന്നിൽ മേടിച്ച മരുന്നുകൾ ഏതൊക്കെയെന്നിങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ അത് താൻ കഴിക്കുന്ന മരുന്നാണ് മിക്കതും. അത് കാണുന്ന ദേവയാനി, ഇത് ഞാൻ കഴിക്കുന്ന മരുന്നാണല്ലോ, അവൾക്ക് ലിവർ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ. ഇതേ സമയം ദേവയാനി മനസ്സുകൊണ്ട് തീരുമാനിക്കണേ, തീർച്ചയായും എനിക്ക് ലിവർ തന്നത് നയനയായിരിക്കും. എന്തായാലും ഞാൻ ഈ അന്വേഷണം നിർത്തില്ല. ഈ വീട്ടിൽ നിന്ന് തന്നെ ഈ ജയേട്ടൻ്റെയും ആദർശിൻ്റെയും
നാവിൽ നിന്ന് തന്നെ ഞാൻ ആ സത്യം അറിയും. ആ സത്യം അറിയുക തന്നെ ചെയ്യും. എന്നിട്ട് ഞാൻ എൻ്റെ മരുമകളാണെങ്കിൽ ഞാൻ കണ്ടെത്തുമെന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി പിന്നീട് ആദർശിൻ്റെ റൂമിലോട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഒളിച്ചും പാത്തും ആദർശിൻ്റെ സംസാരം ദേവയാനി കേൾക്കുകയാണ്. അപ്പോൾ ആദർശാണെങ്കിലോ നയനക്കാണ് ഫോൺ ചെയ്യുന്നത്. എടോ, ഇന്ന് അമ്മ ഈ ലിവർ തന്ന പെൺകുട്ടിയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വരെ പോയി എന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന നയന ആകെ ഞെട്ടിപ്പോവാണ്. ഈശ്വര, ആദർശേട്ട, അമ്മ ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാടോ എൻ്റെയും പേടി. നീയാണ് എനിക്ക് ലിവർ തന്ന് അമ്മയ്ക്ക് ലിവർ തന്നതെന്ന സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഇത് കേട്ടോടെ നയന പറയണേ, എന്നോടായിരിക്കില്ല വെറുപ്പ്, കോമാളിയായി കബളിപ്പിച്ച നിങ്ങളോടായിരിക്കും അമ്മയ്ക്ക് വെറുപ്പ്, അതിനൊരു പേടി എനിക്കുണ്ട് എന്ന് പറയട്ടെ. അപ്പോൾ ഇതൊക്കെ ദേവയാനി പുറത്ത് നിന്ന് കേൾക്കാണ്. അപ്പോൾ ഉടൻ തന്നെ ദൃഷ്ടി പറയുന്നുണ്ട്, എന്തായാലും ഇക്കണക്കിന് പോവുകയാണെങ്കിൽ അമ്മയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയേണ്ടി വരും. അത് വേണ്ട, അത് തുറന്നു പറഞ്ഞാൽ ആപത്താണ് എന്ന് പറയട്ടോ. ഇതേ സമയം അമ്മ ഇത് തന്നെ വാശി പിടിച്ച് നടക്കേണ്ടത്. അമ്മക്ക് ആ പെൺകുട്ടിയെ അറിയണം, കാണണം എന്നുള്ള ആ വാശിയിലാണ് അമ്മ നടക്കുന്നത്. അവരുടെ കടബാധ്യതകൾ തീർക്കണം, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളാണ് അമ്മ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണം കേട്ടോ. എന്നാൽ ഈ സമയം ദേവയാനി ഇതെല്ലാം കേട്ടിരിക്കുന്നു. അങ്ങനെ ദേവയാനി ഇങ്ങനെ എന്തൊക്കെയോ മനസ്സിൽ കുറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത് തന്നെയാണ് നയനയും ദേവയാനിയും ഒന്നിക്കുന്ന ആ എപ്പിസോഡ് എത്തുന്നത് കേട്ടോ.